തൃശൂർ പടിയൂരിലെ ഇരട്ടക്കൊലയാളി പ്രേംകുമാർ മരിച്ച നിലയിൽ. ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലെ വിശ്രമ കേന്ദ്രത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. രണ്ടാം ഭാര്യ രേഖയെയും അമ്മയെയും കൊലപ്പെടുത്തിയ ശേഷം ഒളിവിലായിരുന്നു ഇയാൾ. ജെയ്സൺ ചാമുളപ്പിൽ നമുക്കൊപ്പം. ജെയ്സൺ ചാമുളപ്പിൽ, ഇയാളുടെ മൃതദേഹം എപ്പോഴാണ് കണ്ടെത്തിയത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്ന് രാവിലെ 9 മണിക്കാണ് ഈ അന്വേഷിക്കുന്ന ഇരിഞ്ഞാലക്കുട ഡിവൈഎസ്പിക്ക് സംബന്ധിച്ച വിവരം ലഭിക്കുന്നത്. ഉത്തരാഖണ്ഡിലെ ഉള്ള കേദാർനാഥ് എന്ന് പറയുന്ന തീർത്ഥാടന കേന്ദ്രത്തിൽ, വിശ്രമ കേന്ദ്രത്തിലാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നാണ് പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നത്. ഇയാളെ അന്വേഷിച്ച് ഡൽഹിയിൽ ഇപ്പോൾ കേരള പോലീസിന്, അതായത് ഈ അന്വേഷണ സംഘത്തിന്റെ ഒരു സംഘം ഡൽഹിയിലുണ്ട്. അവർ ഇപ്പോൾ കേദാർനാഥിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഏകദേശം 12 മണിക്കൂറോളം യാത്ര വേണ്ടി വരും. കാരണം കേദാർനാഥിലേക്ക് എത്തി അവിടെ നിന്ന് താഴെ നിന്നും കേദാർനാഥിന്റെ മുകളിലേക്ക് എത്തണമെങ്കിൽ 16 കിലോമീറ്ററോളം യാത്ര ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഏകദേശം 5-10 മണിക്കൂർ എടുക്കും. ഏതായാലും 9 മണിക്ക് സംബന്ധിച്ച പ്രാഥമികമായ വിവരം ലഭിച്ചിരിക്കുന്നു. ഇത് തന്നെയാണ് എന്നാണ് ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്നത്. ഈ മരിച്ചത് പ്രേംകുമാർ തന്നെയാണെന്ന് ഉത്തരാഖണ്ഡ് പോലീസും ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അന്വേഷണ സംഘം ഇപ്പോൾ ഡൽഹിയിൽ തിരിച്ച് അവിടെ എത്തി അത് പൂർണ്ണമായും മരിച്ചത് പ്രേംകുമാർ ആണെന്ന് ഉറപ്പുവരുത്തും. ഇത് സംബന്ധിച്ച വേറെ ആശങ്കകളോ സംശയങ്ങളോ ഇല്ല എന്നതാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. ജൂൺ 2-ാം തീയതിയാണ് ഇരട്ട കൊലപാതകം നടത്തിയ ശേഷം സ്വന്തം ഭാര്യയെയും അത് രണ്ടാം ഭാര്യയെയും ഭാര്യയുടെ മാതാവിനെയും കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ ഇവിടെ നിന്ന് പോകുന്നത്. പിന്നീട് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ഇയാൾ കടന്നു എന്നാണ് പോലീസിന് ലഭിച്ചിരുന്ന വിവരം. പക്ഷേ ഇയാളെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയും, ഇയാൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന ഒരു വ്യക്തമായ ഒരു ധാരണയും ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസും ചെറിയ ആശയക്കുഴപ്പത്തിലായിരുന്നു. പക്ഷെ ഒരു കാര്യം ഉറപ്പായിരുന്നു, ഇയാൾ പോലീസ് തന്നെ അന്ന് നൽകിയിരിക്കുന്ന ഒരു സൂചന, ഇയാൾ ഒരു ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണെന്ന ഒരു സൂചന അന്ന് പോലീസ് നൽകിയിരിക്കുന്നു. ഇതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിനു മുമ്പ് 2019 തന്റെ ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം അതിന്റെ കുറ്റപത്രം കോടതിയിൽ കൊടുത്ത് പിന്നീട് ഇപ്പോൾ അതിന്റെ കുറ്റപത്രത്തിന് ശേഷം വിചാരണ കാത്ത് ഇരിക്കുന്നതിനിടയാൽ ജാമ്യത്തിൽ ഇറങ്ങിയിരുന്നു. ആ ജാമ്യത്തിൽ ഇറങ്ങിയ ഇതിനിടയിലാണ് ഇപ്പോൾ ഒരു ഇരട്ട കൊലപാതകം നടത്തി ഇപ്പോൾ ഒളിവിൽ പോയിരുന്നത്. പോലീസിന് ചെറിയ ആശങ്കയും അതുപോലെ തന്നെ ആളെ കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇയാൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല. അതോടൊപ്പം തന്നെ ഇയാളുമായി അടുത്ത ആളുകളുമായി ബന്ധപ്പെട്ടിരുന്നില്ല എന്ന സൂചനയും പോലീസിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾ ഏത് മേഖലയിലേക്ക് പോയെന്ന സംബന്ധിച്ച് യാതൊരു വ്യക്തതയും പോലീസിനുണ്ടായിരുന്നില്ല. വിവിധ സംസ്ഥാനങ്ങളിൽ ഇയാളെ തേടി പോലീസ് സംഘം പോയിരുന്നു. അങ്ങനെ ഒരു സംഘമാണ് ഡൽഹിയിലുണ്ടായിരുന്നത്. ഈ വിവരം രാവിലെ 9 മണിക്ക് ഇവിടെയുള്ള അന്വേഷണ സംഘത്തെ അറിയിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ നിന്നും അന്വേഷണ സംഘം ഇപ്പോൾ പോയിട്ടുണ്ട്. ഏകദേശം 10-12 മണിക്കൂർ എടുക്കും കേദാർനാഥിലെത്താൻ. കാരണം ഹരിദ്വാറിൽ നിന്ന് 320 കിലോമീറ്ററോളം കേദാർനാഥിലേക്കുണ്ട്. ഡൽഹിയിൽ നിന്ന് ഏകദേശം 500 കിലോമീറ്ററോളം ഹരിദ്വാറിലേക്കുണ്ട്. ഇത്തരത്തിൽ ഹരിദ്വാർ, ഋഷികേശ് വഴിയാണ് കേദാർനാഥിലേക്ക് പോകുന്നത്. അങ്ങനെ കേദാർനാഥിലെ ഒരു വിശ്രമ കേന്ദ്രത്തിലാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. സ്വാഭാവിക മരണമാണോ അതോ ആത്മഹത്യയാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേദാർനാഥ് എന്ന് പറയുന്നത് ഹിമാലയ മലനിരകൾക്ക് മുകളിലുള്ള സ്ഥലമാണ്. അവിടേക്ക് നടന്ന് എത്താൻ തന്നെ 14 കിലോമീറ്റർ എടുക്കും. അല്ലെങ്കിൽ ഹെലികോപ്റ്ററിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ കുതിരപ്പുറത്ത് പോകേണ്ടി വരും. അങ്ങനെ 3 മാർഗ്ഗങ്ങളിലൂടെയാണ് കേദാർനാഥിലേക്ക് എത്തുക. ഗൗരികുണ്ടിൽ നിന്നും കേദാർനാഥിലേക്ക് 16 കിലോമീറ്റർ നടന്നോ അല്ലെങ്കിൽ ഗുപ്തകാശിയിൽ നിന്ന് ഹെലികോപ്റ്റർ മുഖേനയോ അല്ലെങ്കിൽ ഗൗരികുണ്ടിൽ നിന്ന് കുതിരപ്പുറത്തോ വേണം കേദാർനാഥിലേക്ക് എത്താൻ. അവിടെ സ്ഥലങ്ങളിലൂടെയൊക്കെ പോയിട്ടുള്ള ആൾ കൂടിയാണല്ലോ. ഇത്രയധികം ദൂരം സഞ്ചരിച്ചപ്പോൾ അങ്ങനെ ഒരു പതിവില്ലാത്ത ഒരാളാണ് സഞ്ചരിച്ചതെങ്കിൽ ഒരു സ്വാഭാവിക മരണത്തിനുള്ള സാധ്യതയുമുണ്ടല്ലേ? അതാണ് ഇപ്പോൾ പോലീസ് നമ്മോട് പറയുന്നത്. സ്വാഭാവികമായും മഞ്ഞുള്ള സ്ഥലമാണ്. അതോടൊപ്പം തന്നെ 14 കിലോമീറ്റർ എന്ന് പറയുന്നത് ഈ വലിയ ഹിമാലയ മലനിരകളിലൂടെ ട്രക്കിംഗ് നടക്കുന്ന സ്ഥലമാണ്. അത്ര സുഖകരമായി അത്ര എളുപ്പത്തിൽ നടന്ന് എത്തുന്ന സ്ഥലമല്ല. അല്ലെങ്കിൽ ഹെലികോപ്റ്ററിൽ എന്തായാലും ഇയാൾ പോകാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ കുതിരപ്പുറത്ത് പോകണം. ഇയാൾ നടന്ന് തന്നെ അവിടെ എത്തിയിട്ടുണ്ടാകും എന്നാണ് പോലീസ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇയാൾ എങ്ങനെയാണ് മരണം എന്നെ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. ഒരുപക്ഷെ ആത്മഹത്യയാവാം അല്ലെങ്കിൽ സ്വാഭാവിക മരണമാവാം. ഇത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം വ്യക്തമായി ലഭിക്കണമെങ്കിൽ അന്വേഷണ സംഘം അവിടെ എത്തി സംബന്ധിച്ച വ്യക്തമായ സ്ഥിരീകരണം നടത്തണം. ഇപ്പോൾ നാം ഇരിഞ്ഞാലക്കുട ACPയുമായി സംസാരിച്ചപ്പോൾ മരിച്ചത് അയാൾ തന്നെയാണ് എന്ന വ്യക്തതയുണ്ട്. പക്ഷേ അന്വേഷണ സംഘം അവിടെ എത്തി അത് ഉറപ്പിച്ച ശേഷം മാത്രമാണ് ഒഫീഷ്യലായ ഒരു ഡിക്ലറേഷൻ ഉണ്ടാകൂ. പോലീസ് നേരത്തെ സംശയിച്ച പോലെ തന്നെ ഒരു 3 കൊലപാതകം നടത്തിയ ഒരാൾ ഇനിയും ഒരു പോലീസിന് കീഴടങ്ങും, പോലീസിന് പിടികൊടുക്കും എന്നത് സംബന്ധിച്ച ഒരു സാധ്യത വളരെ വിരളമാണെന്ന് പോലീസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഇയാൾ ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത കൂടി പോലീസ് അന്ന് കണ്ടിരുന്നു.